ആഴിയുടെ ആഴങ്ങളിൽ നിന്നും നമ്മെ തൻ്റെ അടുക്കലേക്ക് വിളിച്ച, ആഴിയുടെ ആഴങ്ങളിൽ നമ്മുടെ പാദങ്ങൾ താണുപോകാതെ നീട്ടിയ ഭുജത്താലും ബലമുള്ള കരത്താലും നമ്മെ താങ്ങി നടത്തുന്ന ശക്തനാം യാഹിന്റെ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടട്ടെ. ഇതുവരെ അധ്യക്ഷത വഹിച്ച പ്രിയ ബാബുങ്കിളിനും ശേഷം കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ. നമുക്ക് ഇന്നും തിരുസന്നിധിയിലേക്ക് വരുവാൻ ദൈവം കൃപ ചെയ്തു. നാം പാടിയതുപോലെ, യാഹേ നീ എൻ്റെ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. എൻ്റെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിൽ ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള പാട്ടുകളിൽ ഒന്നാണത്. അതിലെ ഓരോ വരിയും മിക്ക സമയങ്ങളിലും എൻ്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ കരയിപ്പിച്ചിട്ടുണ്ട്. നമ്മെ വിളിച്ചിറക്കിയ ദൈവം ആഴിയുടെ അടിച്ചുയരുന്ന ഓളങ്ങളിൽ നമ്മെ വിട്ടുകളയാത്ത ദൈവമാണ്. അവൻ നമ്മെ താങ്ങും. അതിൽ മുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കില്ല. തിരകൾ എത്ര അടിച്ചുയർന്നാലും അതിൻ്റെ മുകളിൽ ദൈവം നമ്മെ ഉയർത്തി നിർത്തുവാൻ ശക്തനാണ്. ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായും ആശ്രയിച്ച് മുൻപോട്ട് പോകാം. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണ് തകർന്നു ഈ പോർക്കളത്തിൽ. അതെ, നമ്മെക്കാൾ ശക്തന്മാരായിരുന്ന ധാരാളം പേർ ഈ ആത്മീയ പോർമേട്ടിൽ തകർന്നു വീണിട്ടുണ്ട്. നമുക്ക് മുൻപേ ഓടിയവരും വീണ് തകർന്നവരുമായവരുടെ അസ്ഥികൂടങ്ങളെ ചവിട്ടിക്കൊണ്ടാണ് നാം മുൻപോട്ട് യാത്ര നടത്തുന്നത്. നമ്മുടെ ഉള്ളം തുറന്നുള്ള പ്രാർത്ഥനയാകട്ടെ, കർത്താവേ, ഇവരിൽ ഒരാളിന്റെ അസ്ഥി പോലെ ഞാനും പട്ടുപോകുവാൻ അനുവദിക്കരുതേ. സ്തോത്രം. വളരെ ജാഗ്രതയോടെ നമുക്ക് നമ്മുടെ ജീവിതം കഴിപ്പാൻ ഇടയാകട്ടെ. ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്തിന്റെ അടുത്ത് ഒരുപക്ഷെ ഈ ഏരിയയിലെ ഒരു വളരെ പഴകിയ റോഡുണ്ട്. അന്ന് ഒരു VIP റോഡായിരുന്നു അത്. പാം ബീച്ച് റോഡ് എന്നാ പറയപ്പെടുന്നത്. ധാരാളം അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന ചില യൗവനക്കാർ പൊടുന്നനവേ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുള്ള ഒരു റോഡാണ്. ഇതിൽ 7-8 കിലോമീറ്റർ ദൂരമേ ഒരുപക്ഷെ ഇതിനുള്ളൂ. അതിനിടയിൽ തന്നെ 2-3 സ്ഥലത്ത്, 2-3 ജംഗ്ഷൻസിൽ മുനിസിപ്പാലിറ്റിയും പോലീസ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് ഇടിച്ച് തകർന്ന ചില വാഹനങ്ങൾ പൊതുജനത്തിന്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ റോഡിൽ അമിത വേഗതയിലും അശ്രദ്ധരായും വണ്ടി ഓടിച്ച് അപകടം പറ്റി പലരുടെ മരണത്തിന് ഇടയാക്കിയ വാഹനങ്ങൾ. അതിൽ ചിലത് എനിക്കറിയാവുന്ന ഒരു കുടുംബം കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ 18 വയസ്സുള്ള മകൻ ഒരു ഹോണ്ട അക്കോർഡ് വാഹനം ഓടിച്ചു പോയി അപകടത്തിൽപ്പെട്ട് വണ്ടിയിൽ തന്നെ ഇരുന്ന് മരിച്ചു. 5 യുവാക്കളാണ് ആ വണ്ടിയിൽ ഇരുന്ന് മരിച്ചത്. ആ ദുഃഖത്തിലും മറ്റും ആ കുട്ടിയുടെ പിതാവ് പറഞ്ഞു, എനിക്കിനിയും ആ വണ്ടി വേണ്ട. അങ്ങനെ അപകട നിമിത്തം ഉപേക്ഷിച്ച ചില വണ്ടികൾ പോലീസും മുനിസിപ്പാലിറ്റിയും കൂടെ അതേ പരുവത്തിൽ തന്നെ എടുത്തു കൊണ്ടുവന്ന് ഈ ജംഗ്ഷനുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്, ജനത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ.
ഇതുപോലെ വീണുപോയ പലരും നമ്മുടെ മുൻപിലുണ്ട്. തിരുവെഴുത്തിൽ തന്നെ ചിലരെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് പോലെ നമുക്ക് ദൃഷ്ടാന്തത്തിനായിട്ട് നമുക്കങ്ങനെ സംഭവിക്കാതിരിപ്പാൻ ഏറെ ജാഗ്രതയോടെ നമുക്ക് നമ്മുടെ ജീവിതം കഴിക്കാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. നാം ഇന്നലെ രാത്രി ചിന്തിച്ചത് ഫിലദൽഫിയ സഭയ്ക്ക് യേശു കർത്താവ് കൊടുക്കുന്ന ഒരു വെല്ലുവിളിയാണ്. അതായത് നാം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നിന്നും കാണുകയുണ്ടായി, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. an open door. നമ്മൾ ഇന്നലെ കണ്ടു, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദാവീദിന്റെ താക്കോൽ കൈവശമുള്ള നമ്മുടെ കർത്താവ് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും ഫിലദൽഫിയ സഭയുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് ആർക്കും അടച്ചുകൂടാ. ആ വാതിൽ നമ്മൾ കണ്ടു, ഏറ്റവും പ്രധാനമായും സുവിശേഷത്തിനായിട്ടുള്ള വാതിലാണ്. സുവിശേഷത്തിനായുള്ള വാതിൽ എന്ന ബന്ധത്തിൽ നമ്മൾ 3 കാര്യങ്ങൾ കാണുകയുണ്ടായി, അല്ലേ? അതെ. പൗലോസ് പറഞ്ഞു, 1, കൂടെ വന്നോളൂ, ഡോർ ഓഫ് ഇവാഞ്ചലൈസേഷൻ. യോർ ഡോർ ഓഫ് മിഷൻസ്, ദൗത്യത്തിന് സുവിശേഷീകരണത്തിനായിട്ടുള്ള വാതിൽ. ഡോർ ഓഫ് അട്ടറൻസസ് ഓർ വേർഡ്. വചനത്തിന്റെ വാതിൽ. ഡോർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ വാതിൽ. ഇങ്ങനെ ദൈവവചനവുമായി സുവിശേഷവുമായി സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് 3 അർത്ഥങ്ങളിൽ വാതിലിനെ കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്നതായി നാം ഇന്നലെ പൗലോസിന്റെ എഴുത്തുകളിൽ നിന്ന്, ലേഖനങ്ങളിൽ നിന്ന് കണ്ടു. നമ്മുടെ മുൻപിലും തുറന്നു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് സുവിശേഷീകരണം എന്നത് തന്നെയാണ്. സ്തോത്രം. എവ്രി ബോൺ അഗെയിൻ ക്രിസ്ത്യൻ ഈസ് എ മിഷനറി. എവ്രി unregenerated person, unrepented person is a mission field. ഓരോ രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനിയും, വീണ്ടും ജനനം പ്രാപിച്ച ക്രിസ്ത്യാനിയും ഓരോ മിഷണറിയാണ്. രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഓരോ വ്യക്തിയും മിഷൻ ഫീൽഡുമാണ്. ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് ദൈവസഭ എത്തണം. സ്തോത്രം. നമ്മുടെ ഇന്നത്തെ ഭാരതീയ അവസ്ഥകളിൽ പണ്ടത്തെ പോലെ ഒരുപക്ഷെ ഒരു സുവിശേഷീകരണ പ്രക്രിയ നടത്തുക പ്രയാസമാണ്. പണ്ടത്തെ പോലെ ഒരുപക്ഷെ ലഘുലേഖകൾ വിതരണം ചെയ്യുന്നതോ വീടുകളിൽ കയറി ചെല്ലുന്നതോ
പരസ്യയോഗങ്ങൾ നടത്തുന്നതോ ഒക്കെ പ്രയാസകരമാകാം, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത്. കേരളത്തിനകത്ത് പരസ്യയോഗം നടത്താൻ ഇന്ന് വളരെ നല്ല സാഹചര്യങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പല പേരുകളും കൊടുക്കാൻ പറ്റും. എന്നാൽ കേരളത്തിന് പുറത്ത്, ഉത്തര ഭാരതത്തിന്റെ മണ്ണിൽ പഴയതുപോലെ ഈ കാര്യങ്ങളൊക്കെ നടത്താൻ പ്രയാസമാണ്. എന്ന് വിചാരിച്ച് സുവിശേഷ വേല നിർത്താനോ? ഒരിക്കലും ഇല്ല. ഇപ്പോഴൊക്കെയാണ് നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം വെളിപ്പെടുത്താൻ സാധിക്കുക. സ്തോത്രം. പോർക്കള മുൻപിൽ പിന്മാറുകയോ പടിവാതിലിൽ ഇനി ഞാൻ തളരുകയോ. കുറച്ചു കാലവും കൂടെ ജീവിച്ചിരിക്കണം, മക്കളെയും കൊച്ചുമക്കളെയും കാണണം, അവരുടെ ഭാവിയും നല്ല വീടും അവർക്ക് കിട്ടുന്ന ശമ്പളവും ഒക്കെ ഒന്ന് കണ്ണടയ്ക്കണം എന്ന ആഗ്രഹമൊന്നും നമുക്കാകരുത്. പിന്നെ എന്തു മാത്രമേ ആകാവൂ നമ്മുടെ ആഗ്രഹം? സ്തോത്രം. പൗലോസിനോട് ചോദിച്ചാൽ പൗലോസിന്റെ വാക്കുകളാണ് എനിക്കേറെ ഇഷ്ടം. ആക്ട്സ് 20:24, അപ്പോസ്തല പ്രവൃത്തികൾ 20:24. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്നെ യേശു തന്ന ശുശ്രൂഷയിൽ തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. സ്തോത്രം. എന്ത് മനസ്സിലായി? എന്തായിരുന്നു പൗലോസിന്റെ ലക്ഷ്യം? കൂടെ വന്നാട്ടെ, തെറ്റിയാലും സാരമില്ല, പറഞ്ഞോ. ക്രിസ്തു നമ്മൾ ഏൽപ്പിച്ച വേല നിവർത്തിക്കുക, മരണമായാലും ജീവനായാലും. അരമാർക്ക്, ഹാഫ് മാർക്ക്. പ്രൈമറി ഭാഗം എത്തിയില്ല, പ്രധാനപ്പെട്ട ഭാഗം വന്നില്ല. അല്ലല്ല, ആ വാക്യം അനുസരിച്ച്, ഈ വാക്യത്തിൽ നിന്ന് പ്രാണനെ വിലയേറിയതായി എണ്ണാതെ പിന്നെന്താണ് ലക്ഷ്യം? Absolute dedication to the service of Christ. പ്രാണന്റെ വിലയേക്കാട്ടിലും കൂടുതൽ ക്രിസ്തു ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവേറ്റുക എന്നുള്ളത് അല്ല. യേശു തന്ന ശുശ്രൂഷ തികയ്ക്ക് ഇത് തന്നെയാണ് ജോയ്ക്കുട്ടിച്ചൻ തൊട്ടിങ്ങോട്ട് പറഞ്ഞതെല്ലാം. എല്ലാം രണ്ടാം ഭാഗമേ ആയുള്ളൂ, ഒന്നാം ഭാഗം ആരും പറഞ്ഞില്ല ഇതുവരെ. അത് തന്നെ സുവിശേഷം പറയുന്ന കാര്യം തന്നെ ആദ്യോട്ട് പറഞ്ഞത്. അത് രണ്ടാം ഭാഗമേ ഉള്ളൂ, ഒന്നാം ഭാഗം വന്നില്ല. ഞാനെന്റെ പ്രാണനെ വിലയേറുക എണ്ണുന്നില്ല. ഇല്ല. എന്റെ ഓട്ടം മാത്യുർഗീസ് പാസ്റ്റർ പറഞ്ഞതാണ് ശരി. എന്റെ ലക്ഷ്യം എന്തല്ല, എന്റെ പ്രാണനെ വിലയേറുക എണ്ണുന്നതല്ല. എന്റെ ലക്ഷ്യം എന്തല്ല, എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നതല്ല. എന്ന് പറഞ്ഞാൽ ദീർഘായുസ് അല്ല എന്റെ ലക്ഷ്യം, കുറെ നാളും കൂടെ ജീവിച്ചിരിക്കണം എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം. പിന്നെ എന്താണ് എന്റെ ലക്ഷ്യം? രണ്ട് കാര്യങ്ങളാണ് അവിടെ പൗലോസ് പറയുന്നത്.
2 കാര്യങ്ങൾ എനിക്ക് തികയ്ക്കണം. ഒന്നാമത്തേത് എന്റെ ഓട്ടവും. അതാണ് നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ തന്നെ നമുക്കതിന്റെ അർത്ഥം മനസ്സിലാകും. പക്ഷെ നമ്മൾ വായിക്കുന്നത് തന്നെ വല്ലാതെയാ, അതുകൊണ്ട് അർത്ഥം പിടികിട്ടത്തില്ല. ആ വാക്യം അതിനെ പണ്ട് നമ്മളെ സ്കൂളിലൊക്കെ ടീച്ചർമാര് പാഠപുസ്തകം വായിപ്പിക്കുമായിരുന്നത്. ഈ പാസ്റ്റർമാരെ പ്രസംഗിക്കാൻ നേരം വാക്യം വായിക്കുന്നവരെ ചിലരെയൊക്കെ വഴക്ക് പറയാറുണ്ട്. നിങ്ങൾ വായിക്കണ്ട, വേറൊരാൾ വായിക്കാൻ പറയും. ആ വായനയിൽ തന്നെ വളരെ പ്രാധാന്യമുണ്ട്. ആ ബൈബിൾ വാക്യങ്ങൾ വായിപ്പിക്കുന്നത് ശരിയായിട്ട് വായിച്ചാൽ വായിക്കുമ്പോൾ തന്നെ അതിലെ സന്ദേശം നമുക്ക് പിടികിട്ടും. ഞാനതിനെ ചിലപ്പോഴൊക്കെ വായിക്കുന്നവരോട് തന്നെ ചോദിക്കുന്നത് എന്തോ മനസ്സിലായത്. ഇവിടെ എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. പിന്നെ വായിക്കേണ്ടത് ഇങ്ങനെയാണ്, എൻ്റെ ഓട്ടവും. ആ ഓട്ടവും എന്നുള്ളതിന് നമ്മൾ ഒന്ന് പ്രാധാന്യം കൊടുത്താൽ അവിടെ തന്നെ കോമയായിടുന്നു നമ്മള്. എൻ്റെ ഓട്ടവും. 2 എന്തുവാ? My task. കർത്താവായ ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ ഉള്ളൂ. കണ്ടോ? ഓട്ടവും ശുശ്രൂഷയും 2 കാര്യങ്ങൾ കണ്ടോ? ഓട്ടവും ശുശ്രൂഷയും തികയ്ക്കണം എന്നേ ഉള്ളൂ. 1-ാം സ്ഥാനം എന്തിനാണ്? ഓട്ടവും ശുശ്രൂഷയും. ഇല്ല, ഈ 2 എണ്ണത്തിൽ 1-ാം സ്ഥാനം ഏതിനാണെന്ന് ചോദിച്ചത്? ഓട്ടം. റേസ്, ഓട്ടത്തിനാണ്. ഞാൻ ഈ ആവർത്തിച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ നിങ്ങളും കൂടെ പഠിച്ചോട്ടെന്ന് വിചാരിച്ച. Thank you, Pastor. നമ്മൾ പക്ഷേ പഠിച്ചു വെച്ചിരിക്കുന്ന ഈ രീതി ഇന്ന് നമ്മൾ കേൾക്കുന്ന തട്ടുപൊളിപ്പൻ പ്രസംഗങ്ങൾ പോലെയാ. എഴുതി വെച്ചിരിക്കുന്നതൊന്ന്, പറഞ്ഞു പിടിപ്പിക്കുന്നത് വേറെ. എന്നാൽ അതിൽ തെറ്റൊന്നും നമുക്കൊട്ട് തോന്നുന്നില്ല. ആ പെശകൊന്ന് മാറാനാണ് ഞാൻ ഇങ്ങനെ സമയം പോകുമെങ്കിൽ കൂടെ ആവർത്തിച്ച് ചോദിക്കുന്നതും ആ ശരിയായ ഉത്തരത്തിലേക്ക് വരുന്നത് വരെ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇട്ടുതരുന്നതും. നിങ്ങളത് എൻ്റെ കൂടെ മനസ്സിലാക്കുന്നതിൽ വളരെ സന്തോഷിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഓട്ടവും ശുശ്രൂഷയും തികയ്ക്കണം. അപ്പോൾ ഈ 2 എണ്ണമാണ് ലക്ഷ്യം, അല്ലെങ്കിൽ ഏക ലക്ഷ്യത്തിന്റെ 2 മുഖങ്ങളാണ്. അതിൽ തന്നെ പ്രാധാന്യം അല്ലെ പ്രാഥമികത എന്തിനാണ്? റേസ്, ഓട്ടത്തിന്. എന്താണ് ഓട്ടം? ക്രിസ്ത്യൻ ലൈഫ്. ഇവിടെ പറയുന്ന ഓട്ടം ക്രിസ്തീയ ജീവിതമാണ്. അതല്ലാതെ വേദപുസ്തകത്തിൽ എവിടെയൊക്കെ ഓട്ടം ഉണ്ടോ അവിടെ എല്ലാം ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി ഒരു ക്രോസ് റെഫറൻസ്, ഒരു കൺകോർഡൻസ് തരുന്നതല്ല ഈ പ്രസംഗത്തിന്റെ പ്രധാനം. പല പ്രസംഗങ്ങളും അങ്ങനെയാ. കഴിഞ്ഞ ആഴ്ചയും കേരളത്തിലെ ചർച്ച് ഓഫ് ഗോഡിന്റെ ജനറൽ കൺവെൻഷന്റെ ചിന്താവിഷയമായിരുന്നു എബ്രായർ 12 ആദ്യത്തെ വാക്യം, സ്ഥിരതയോടെ ഓടുക. അതിൽ ഓടുക എന്ന് പറഞ്ഞാൽ, ഓട്ടം എന്നാൽ എന്ത് എന്ന് പറഞ്ഞ ചുരുക്കം പ്രസംഗകരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ബൈബിളിൽ എവിടെയൊക്കെ ഓട്ടം എന്നുണ്ടോ അതൊക്കെ എടുത്ത് ഓട്ടം എന്നൊക്കെ പറഞ്ഞു. ചിലരൊക്കെ ആത്മാവിലൊക്കെ ആയി, സംഭവം ശരിയാ. പക്ഷേ തിരുവചനത്തിന്റെ അവതരണം പലയിടത്തും നടന്നിട്ടില്ല.
ഓട്ടം എന്ന് പറയുന്നത് ജീവിതമാണ്, ക്രിസ്തീയ ജീവിതമാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അഥവാ ഒരു സഭയെ സംബന്ധിച്ച് അതിപ്രധാനമായ ലക്ഷ്യമാണ് ഇത് രണ്ടും. ഒന്നാമത്തെ ലക്ഷ്യം നമ്മുടെ ഓട്ടം തികയ്ക്കുക എന്നുള്ളതാണ്. ഓട്ടം തികയ്ക്കുക. രണ്ടാമത്തെ പ്രാധാന്യതയാണ് ശുശ്രൂഷ തികയ്ക്കുക. ആ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്തുവാ? ഏതു ശുശ്രൂഷയാ? Ministry. ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയുക. പിന്നെയും ഞാൻ വ്യാഖ്യാനത്തിന്റെ കാര്യം പറഞ്ഞോട്ടെ. നമ്മളൊരു വാക്യം വായിക്കുന്നെങ്കിൽ ആ വാക്യത്തിൽ നിന്ന് തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയുള്ള പടപ്പ് തല്ലുന്ന പ്രസംഗകന്മാരുടെ കൂട്ടായി പോകും. അങ്ങനെയാകരുത്. വേദപുസ്തകം ബൈബിളിനെ ബൈബിള് കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കണം. നാം എടുക്കുന്ന ഒരു വാക്യമോ ഒരു ഭാഗമോ അതിൽ നിന്ന് തന്നെ നമ്മൾ വ്യാഖ്യാനിക്കാൻ പഠിക്കണം. അവിടെ നിന്നും ഒക്കാത്തതുണ്ടെങ്കിലേ പുറത്തോട്ട് പോയി എന്തെങ്കിലും സഹായം നേടാവൂ. നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് തന്നെയാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. എന്താ നമ്മുടെ ശുശ്രൂഷ? ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയുക. അർത്ഥം എത്രേ ഉള്ളൂ, സുവിശേഷം അറിയിക്കുക. അത് തന്നെയാ, അർത്ഥത്തിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അവിടെ കൊടുത്തിരിക്കുന്ന പ്രയോഗം ദൈവകൃപയുടെ സുവിശേഷത്തിന്. ഇനി അതിനും അർത്ഥമുണ്ട്, പക്ഷെ നമ്മൾ അവിടേക്ക് പോകുന്നില്ല. ഇപ്പൊ ഈ വാക്യത്തിന്റെ വ്യാഖ്യാനമല്ലല്ലോ നമ്മുടെ വിഷയം, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഈ ശുശ്രൂഷ ആരെ ഏൽപ്പിച്ചതാ? ആമേൻ. സഭാ നേതൃത്വം അല്ല, സ്നാനപ്പെടുത്തിയവരല്ല, ഓർഡിനേഷൻ തന്നവരല്ല, പഠിച്ച ബൈബിൾ സ്കൂളിലെ ബോർഡല്ല. കർത്താവായ യേശു തന്ന ശുശ്രൂഷയെ. സ്തോത്രം. ഓരോ ക്രിസ്ത്യാനിയുടെയും ലക്ഷ്യം ഇതായിരിക്കണം. ഒന്ന്, എനിക്ക് എൻ്റെ ഓട്ടം തികയ്ക്കണം. ക്രിസ്തീയ ജീവിതം ദൈവവചനം പറയുന്നത് പോലെ എനിക്ക് ജീവിച്ച് തീർക്കണം. രണ്ട്, കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയുണ്ട്. അത് സുവിശേഷത്തിന് സാക്ഷ്യം പറയുക എന്നുള്ളതാണ്. അതെനിക്ക് തികയ്ക്കണം. ഇവിടെ ഫിലദൽഫിയ സഭയോട് കർത്താവ് പറയുന്നത് ആ ശുശ്രൂഷ തികയ്ക്കുവാൻ വേണ്ടി ഒരു വിശാലമായ വാതിൽ ഞാൻ നിന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നു. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, സാരമില്ല. ഞാനാണ് ആ വാതിൽ തുറന്നത് എന്നതുകൊണ്ട് വേറെ ആർക്കും അത് അടയ്ക്കാൻ പറ്റില്ല. സ്തോത്രം. മനസ്സിലായതുണ്ടോ? കർത്താവാണ് നമ്മുടെ മുൻപിൽ വാതിൽ തുറക്കുന്നത് എന്നതിനാൽ ആശങ്ക വേണ്ട. നാം എത്ര ബലഹീനരാണെങ്കിലും ശത്രു എത്ര ബലവാനാണെങ്കിലും ആശങ്ക വേണ്ട. തുറന്നത് കർത്താവാണോ, വേറെ ആർക്കും അത് അടയ്ക്കാൻ പറ്റില്ല. സ്തോത്രം. ഇപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും സുവിശേഷത്തിന് പൂട്ടിടാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ചിലരെ ചെയ്ത് കഴിഞ്ഞു, ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യുമെന്ന് പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്ന സ്വാതന്ത്ര്യവും അവകാശവും പോലും ആ അർത്ഥത്തിൽ ഹനിക്കപ്പെടുന്നു. പക്ഷേ ആശങ്ക വേണ്ട.
ആശങ്ക വേണ്ട. ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം സുവിശേഷത്തിന്റെ വാതിൽ വെട്ടിത്തുറക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അവനാണ് നമുക്ക് ഇവിടെ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം പറയുവാനുള്ള വാതിൽ തുറന്നിട്ടിരിക്കുന്നത്. പ്രിയരെ, അനുകൂല സാഹചര്യങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാം എന്ന് നാം കരുതണ്ട. ഏറ്റവും പ്രതികൂലവും ഏറ്റവും ഭീഷണിയും നിലനിൽക്കുമ്പോൾ തന്നെ ക്രൂശിനു വേണ്ടി മരിക്കേണ്ടി വന്നാലും സാരമില്ല എന്നെണ്ണിക്കൊണ്ട് പ്രാണനെ വിലയേറിയതായി എണ്ണാതെ ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കുവാനുള്ള ഒരു വെമ്പൽ ദൈവസഭയ്ക്ക് ഈ നാളുകളിൽ ഉണ്ടാകട്ടെ. സ്തോത്രം. യോഹന്നാൻ 11-ാം അധ്യായത്തിൽ ലാസറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാസറ് മരിച്ച് കഴിയുന്നതുവരെയും ക്രിസ്തുവും ശിഷ്യന്മാരും ഇരുന്നിടത്ത് തന്നെ ഇരുന്നു. ബഥാനിയിലേക്ക് പോയില്ല. അത് കഴിഞ്ഞപ്പം യേശു ശിഷ്യന്മാരുമായി ബഥാനിലേക്ക് പോകാൻ ഒരുങ്ങി. അപ്പോഴെന്താ ശിഷ്യന്മാർ പറഞ്ഞത്? ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ശിഷ്യന്മാർ അവനോട്, റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. എന്നിട്ട് അതിന് യേശു, പകലിന് 12 മണി നേരം ഇല്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചം ഇല്ലായ്ക കൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം യേശുക്രിസ്തു ശിഷ്യന്മാരുമായി ബഥാനിയിലേക്ക് പോകുവാൻ ഒരുങ്ങുമ്പോഴാണ് ശിഷ്യന്മാർ യേശുവിനെ നിരുത്സാഹപ്പെടുത്തിയത്. കാരണം യഹൂദന്മാർ യേശുവിനെ കല്ലെറിയുവാൻ നേരത്തെ തന്നെ താല്പര്യപ്പെട്ടു. അവിടേക്ക് ഇപ്പോൾ യേശു പോകുന്നത് അപകടകരമാണെന്ന് ശിഷ്യന്മാർ അറിയിച്ചു. ഇനിയും അതിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. വേഴ്സ് 16, ജോൺ 11:16. ദിദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. അവിശ്വാസി എന്ന് നമ്മൾ വിളിക്കാറുള്ള ആച്ചാൻ ഇവിടെ പറയുന്ന കേട്ടോ, യേശുവിനോട് കൂടെ മരിക്കേണ്ടതിന് നാമും പോകാം. നിങ്ങളൊരു പക്ഷേ ശിഷ്യത്വത്തിന്റെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടാകും, വരിക ക്രൂശിക്കപ്പെടുക എന്നൊരു പുസ്തകം. യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരർത്ഥത്തിൽ ക്രൂശിക്കപ്പെടുക എന്ന, മരിക്കുക എന്ന. ഇതറിഞ്ഞുകൊണ്ട് വേണം യേശുവിനെ അനുഗമിക്കുവാൻ. സ്തോത്രം. ഭൗമ ജീവിതത്തിന്റെ സംരക്ഷണം ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. നിത്യജീവന്റെ സംരക്ഷണം അതിലൂടെ നമുക്ക് ഉറപ്പാകുന്നു. എന്നാൽ ഭൗതിക ജീവന്റെ സംരക്ഷണത്തിന് ഭീഷണിയാണത്. എങ്കിലും പിന്മാറാതെ യേശുവിനെ അനുഗമിക്കുവാൻ, ക്രൂശിനോടുള്ള, ക്രൂശിക്കപ്പെട്ടവനോടുമുള്ള
നമ്മുടെ വിധേയത്വവും സമർപ്പണവും വെളിവാക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. പറഞ്ഞു വന്നതിന്റെ സാരം മനസ്സിലായോ? ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ഒന്ന്, ഓട്ടം തികയ്ക്കുക, ക്രിസ്തീയ ജീവിതമാണത്. 2, ശുശ്രൂഷ തികയ്ക്കുക, യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് സാക്ഷീകരിക്കുന്നതാണത്. അതിൽ നമുക്ക് ജീവൻ പോകേണ്ടതായി വരാം, ജീവൻ നഷ്ടപ്പെടുത്തേണ്ടതായി വരാം. പക്ഷേ ഭയപ്പെടരുത്. തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി തന്ന നമ്മുടെ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വരുന്നത് പോലും ഒരു ഭാഗ്യകരമാണെന്ന് മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ ഭയം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് വെളിപ്പാട് 21:8 പറഞ്ഞത്, ഭീരുക്കൾക്കുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അവിടെ പറയുന്ന ഭീരുക്കൾ ആരാ? വന്നാട്ടെ പ്ലീസ്. Those who are scared to witness the Lord. Praise God. Those who are scared to display, demonstrate, or exhibit their loyalty to Christ. ക്രിസ്തുവിനോടുള്ള തൻ്റെ വിധേയത്വത്തെ വെളിപ്പെടുത്തുവാൻ ഭയം കാണിക്കുന്നവരാണ് വെളിപ്പാട് 21:8 പറയുന്ന ഭീരുക്കൾ. Those who disown Christ, those who betray Christ because of fear, maybe fear of life, fear of the security, fear of so many other things. ജീവനിലുള്ള ഭയമോ ഭാവിയുടെ ഭയമോ ഒക്കെ കൊണ്ട് യേശുക്രിസ്തുവിങ്കലുള്ള വിശ്വാസവും ക്രിസ്തുവിനോടുള്ള വിധേയത്വവും വെളിപ്പെടുത്തുവാൻ, പരസ്യമാക്കുവാൻ ഭയപ്പെടുന്നവർ, അവർക്ക് കർത്താവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശനമില്ല. ഈ നാളുകളിൽ സുവിശേഷീകരണത്തിന് വളരെ എതിർപ്പുകൾ നേരിടുന്ന ഈ കാലത്ത് ഭയപ്പെടാതെ, ജീവനെ പോലും വിലയേറിയതായിട്ട് എണ്ണാതെ ദൈവസഭയെ നമുക്ക് എന്ത് ചെയ്യാം? ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ ഒഴിഞ്ഞ കല്ലറയ്ക്ക് സാക്ഷ്യം വഹിക്കാം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് പറയുന്നത്, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. A door open wide before us. That is the opportunity to spread the gospel, for evangelism, for Christian mission. Even at the cost of our life, our job, our prosperity, at the cost of our security, our property and our possessions. Let's bear witness to the empty tomb of Christ. നമ്മുടെ ജീവനോ, നമ്മുടെ ജോലിയോ, നമ്മുടെ ധനമോ, സമ്പാദ്യമോ, നമ്മുടെ സംരക്ഷണമോ ഒക്കെ
നഷ്ടപ്പെട്ടാലും അതിലൊന്നും ഭയപ്പെടാതെ യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ സാക്ഷികളാകുക നമുക്ക് വീണ്ടും ഈ രാത്രി നമ്മെ സമർപ്പിക്കാം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നുമില്ല. പാസ്റ്റർ, ചില സ്ഥലങ്ങളിൽ നിന്ന് യേശുക്രിസ്തു പിൻവാങ്ങിപ്പോയി എന്ന് പറയുന്നത് നമുക്ക് അതെങ്ങനെ വിശദീകരിക്കാനൊക്കെ? സുവിശേഷീകരണവുമായി ബന്ധപ്പെട്ടാണോ ചോദിച്ചത്? അതെ 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 അതെ. അതിന് കർത്താവ് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. സുവിശേഷവുമായിട്ട് ശിഷ്യന്മാരെ വിട്ടപ്പോൾ പറഞ്ഞു, നിങ്ങളെ ഓടിച്ചു കളയുന്നിടത്തു നിന്നും നിങ്ങൾ ഓടിപ്പോകുവേൻ. നമ്മളെ കൈക്കൊള്ളാത്ത ഇടത്ത് നമ്മളെ ഓടിച്ചു കളയുന്നിടത്തു നിന്നും നാം ഓടിപ്പോയിക്കൊള്ളുക. ഒട്ടും നിൽക്കാൻ വയ്യാത്ത സ്ഥിതിയാണെങ്കിൽ കാലിലെ പൊടിയും കൂടെ തട്ടിയിട്ടിട്ട് പൊക്കും. പൗലോസിന്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നല്ലോ. കൊട്ടയ്ക്കകത്ത് വരെ പൗലോസിനെ എടുത്തു വെച്ച് മതില് വഴി പുറത്തുവിട്ട കേസുകളുണ്ട്. നീ ഇവിടുന്ന് പൊക്കോ എന്നും പറഞ്ഞ് പൗലോസിനെ നേരത്തെ വണ്ടി കയറ്റി വിട്ട, കപ്പൽ കയറ്റി അയച്ച സംഭവങ്ങളുണ്ട്. നമ്മളും അത് ചെയ്യണം, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇല്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്നും പറഞ്ഞു നിന്നാൽ അത് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതല്ല. യഹൂദന്മാര് തന്നെ പൗലോസിനെ നിരസിച്ചപ്പോൾ പൗലോസ് ജാതികളുടെ അടുക്കലേക്ക് വാങ്ങിപ്പോയി. അത് നമുക്ക് ചെയ്യാം. അപ്പൊ അവിടെ നമ്മൾ ഭീരുക്കളാവുകയാണോ ഈ വാക്യം അനുസരിച്ച്? അല്ല, അത് ഭീരുത്വത്തിന്റെ വിഷയമല്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ നിങ്ങളെ കൈക്കൊള്ളുന്നില്ല, അവർക്ക് മനഃപൂർവ്വം സുവിശേഷം വേണ്ടെന്ന് വെക്കുകയാണോ, നിങ്ങൾ പൊക്കോ. നമ്മൾ തയ്യാറാണല്ലോ അവിടെ പറയാൻ, നമ്മൾ തയ്യാറാ. അയ്യോ ഇവിടെ പറഞ്ഞാൽ പ്രശ്നമാകുമോ, മിണ്ടാതിരുന്നേക്കാം, നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് അറിയിക്കണ്ട എന്ന് വരുന്നതാണ് ഭീരുത്വം. അല്ല പക്ഷേ ചിലയിടങ്ങളിൽ കേൾക്കാൻ വേണ്ടി താല്പര്യമുള്ളവരുണ്ടാവും, പക്ഷെ ചുറ്റുപാടുള്ളവരെല്ലാവരും എതിർപ്പാണ്. ഏതെങ്കിലും ഒരു കുടുംബം അത് വളരെ താല്പര്യത്തോടെ ഇരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദേവദാസന്മാർ എന്ത് ചെയ്യും? അവരോട് കൈക്കൊള്ളുന്നവരുണ്ടെങ്കിൽ അവരോട് പറയുക. അവിടെ വെച്ച് അടിയോ ഇടിയോ ഏൽക്കേണ്ടി വന്നാൽ അത് സഹിക്കുക. ഒട്ടും നിൽക്കാൻ ഒക്കാത്തതുപോലെ ഓടിച്ചു കളയുകയാണോ അവിടുന്ന് മാറിപ്പോവുക. പൗലോസ് പലയിടത്തും അങ്ങനെ ചെയ്തത്. ഒടുവിൽ കേൾക്കാൻ താല്പര്യമുണ്ടായിരുന്നവർ പൗലോസിന്റെ അടുക്കിലേക്ക് ചെന്നു. ഇന്നും പലയിടത്തും അങ്ങനെയുണ്ട്. UP ഉൾപ്പെടെയുള്ള നമ്മുടെ സഭകളിലുള്ള സ്ഥലങ്ങൾ. ഇവിടെയുണ്ട്, നാസിക്കിലുണ്ട്. ഞങ്ങളെ ഓടിച്ച സ്ഥലമുണ്ട്. ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ സർപഞ്ച് അടക്കം ടീമുമായിരുന്നു പോലീസ് പാർട്ടിയിലൊക്കെ വന്ന് ഇനി ഇവിടെ കണ്ടുപോയത് കൈയും കാലും തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിട്ടിട്ടുണ്ട്. അതെ, അങ്ങനെ ഉള്ളിടത്ത് നിന്ന് നമുക്ക് പോയേ പറ്റുള്ളൂ. അതാണ് നമ്മളെ ഓടിച്ചു വിടുന്നത്. കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. ചിലർ കാണും അവിടെ. എന്നാൽ ദൈവം അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വഴികൾ ഒരുക്കും. അങ്ങനെ ഉള്ളിടത്ത് നിന്നും പോകുന്നത് ഭീരുത്വമല്ല.
നമുക്ക് നിൽക്കാൻ ഒക്കാത്തത് കൊണ്ടാണ്. എന്നാൽ ദൈവം മറ്റുള്ള അതിന് താല്പര്യമുള്ളവരെ തീർച്ചയായും രക്ഷയിലേക്ക് നടത്തും. ഓക്കെ പാസ്റ്റർ, താങ്ക് യു. അങ്ങനെയൊന്ന് സംഭവിച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോയി ഇനി പറ്റത്തില്ലെന്നും പറഞ്ഞ് പോവുകയല്ല. നമുക്ക് എത്താൻ ഒക്കുന്നില്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന ഇടത്തു നിന്നും ഇങ്ങനെയുള്ള ഇടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം വഴികൾ ഒരുക്കും. ഒന്നുകിൽ നമ്മെ തന്നെ അവിടേക്ക് തിരിച്ചയപ്പിക്കും, അല്ലെങ്കിൽ ഈ ജനത്തെ ദൈവം വിടിവിച്ച് പുറത്തു കൊണ്ടുവരും, ഇല്ലെങ്കിൽ മറ്റാരെയെങ്കിലും അവിടേക്ക് അയച്ച് ദൈവം തൻ്റെ പ്രവൃത്തി തികച്ചോളും. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ പ്രാർത്ഥനയിൽ പോരാടുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഭയപ്പെട്ട് നമ്മുടെ ക്രിസ്തീയ സ്വത്വം മറച്ചു വെച്ച് കുറെ നാളും കൂടെ ജീവിച്ചിരിക്കണമെന്ന് വിചാരിച്ച് കഴിയുന്നതാണ് ഭീരുത്വം. അത് പാടില്ല. അഭിമാനത്തോടെ നാം ദൈവമക്കളാണെന്ന് പറയുക. കൊല്ലാൻ വരികയാണെങ്കിൽ നിന്നു കൊടുക്കണ്ട, ഓടിക്കൊള്ളാനാ കർത്താവ് പറഞ്ഞേക്കുന്നത്. ഓടിച്ചിട്ട് പിടിച്ചാലും അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴും നാം ഭയപ്പെടാതിരിക്കുക. കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴും പോളിക്കാർപ്പിനെ പോലെയും യോഹന്നാനെ പോലെയും ഒക്കെ നാം ആയിരിക്കുക. ചാകുമ്പോഴും സ്തേഫാനോസിനെ പോലെ ആയിരിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ അയ്യോ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ, ഇങ്ങോട്ട് വരണ്ടായിരുന്നു, ഇവരോട് സുവിശേഷം പറയണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ചിന്ത നമ്മെ അലട്ടാതിരിക്കുക. മറ്റെന്തെങ്കിലും? അതുപോലെ തന്നെ പാസ്റ്ററെ, ശാരീരികമായിട്ട് നമുക്ക് ബലമില്ല, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഗോസ്പലൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു കത്തലുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടണോ വേണ്ടായോ? ഇറങ്ങി പുറപ്പെടാൻ ശരീരത്തിനും ബലമില്ലെങ്കിൽ പറ്റത്തില്ലല്ലോ. ആവുന്നിടത്തോളം നാം ചെയ്യുക. ഇപ്പം പൗലോസിന് ഇറങ്ങി പുറപ്പെടാൻ ഒക്കത്തില്ലായിരുന്നു. ജനത്തെ പൗലോസിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോസ്തല പ്രവൃത്തികൾ അവസാനത്തെ അധ്യായത്തിലെ അവസാന വാക്യങ്ങളാണ് ഞാൻ പറയുന്നത്. ജനത്തെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. തൻ്റെ അടുക്കൽ വന്നവരോട് പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു. പോയി മാത്രമല്ല നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മുടെ അടുക്കൽ വരുന്നവരോടൊക്കെ പറയാൻ പറ്റും. ശരി, എങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന 4 വാതിലുകളെ കുറിച്ചും കൂടെ, അല്ലെങ്കിൽ തുറന്നിരിക്കുന്ന വാതിലുകളെ കുറിച്ചും കൂടെ നോക്കാം. ഒന്നാമത്തേതാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരുന്ന വാതിൽ, 3-ന്റെ 8-ാമത്തെ വാക്യത്തിൽ കണ്ട വാതിൽ. അതിനെയും നമ്മൾ കണ്ടതായതുകൊണ്ട് വായിക്കുന്നില്ല. രണ്ടാമത് 3-ന്റെ 20-ാമത്തെ വാക്യം, 3:20. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും ആ വാതിൽ ഏത് വാതിലാ? നമുക്കറിയാമല്ലോ, ഹൃദയത്തിന്റെ വാതില. ഹിന്ദിയിൽ ഒരു മനോഹരമായ പാട്ടുണ്ട്, തേരെ ദിൽ കെ ദ്വാർ പർ ഈശു ഖട്ഖട്ടാത്ത, खोलो तुम दरवाजा वो है आना चाहता. നിന്റെ ഹൃദയത്തിന്റെ വാതിലിൽ യേശു മുട്ടി വിളിക്കുന്നു. നീ നിന്റെ ഹൃദയവാതിൽ തുറക്കൂ, അവൻ അകത്തു വരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന വാതിൽ ഹൃദയവാതിലാണ്.
4:1 4:1. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗവാതിൽ, സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. Now 19:11 19:11. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. that is again heavenly door, but that's about the second coming of Christ. അതും സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുകയാണ്. പക്ഷേ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് അവിടെ. രണ്ടാമത്തെ വരവ്. വെള്ളക്കുതിരപ്പുറത്ത് കയറി യേശു കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളോട് കൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു വരവ്. അതും സ്വർഗവാതിൽ തന്നെയാണെങ്കിലും കർത്താവിന്റെ വരവാണ് അവിടുത്തെ പ്രധാന വിഷയം. ഇങ്ങനെ പ്രധാനമായിട്ടും 4 വാതിലുകൾ തുറന്നിരിക്കുന്നതായി നാം വെളിപ്പാടിൽ കാണുന്നു. അതിൽ ആദ്യത്തേതാണ് 3:8 നമ്മൾ കണ്ട സുവിശേഷീകരണത്തിനായിട്ടുള്ള ദൗത്യ നിർവഹണത്തിനായിട്ടുള്ള വാതിൽ. പകൽ ഉള്ളിടത്തോളം നമ്മെ അയച്ചവന്റെ വേല അല്ലെങ്കിൽ പ്രവൃത്തി തികയ്ക്കുക. സ്തോത്രം. നാം ഈ ദിവസങ്ങളിൽ വ്യക്തിപരമായും സഭയായും സുവിശേഷീകരണം ഒരു വലിയ ദൗത്യമായിട്ട് ഏറ്റെടുക്കണം. നമ്മുടെ സമയത്തിന്റെ നല്ല ഭാഗം സുവിശേഷീകരണത്തിനായി നാം ചിലവഴിക്കണം. നമ്മുടെ പണത്തിന്റെ, പ്രത്യേകിച്ച് കർത്താവിന്റെ വേലയ്ക്കായി കൊടുക്കുന്ന പണത്തിന്റെ നല്ല ഭാഗം സുവിശേഷീകരണത്തിനായി നാം വിനിയോഗിക്കണം. സുവിശേഷീകരണത്തിൽ ഏർപ്പെട്ട് നമ്മുടെ പ്രാണൻ പോയാലും വേണ്ടില്ല. സ്തോത്രം. അതൊരു നഷ്ടമല്ല എന്ന് നാം തിരിച്ചറിയണം. സ്തോത്രം. In these days, let us become more evangelizing. Missionary minded. നമ്മുടെ പ്രാർത്ഥനകളിലും ഈ സമയങ്ങളിൽ കൂടുതലും എന്തിനു വേണ്ടി ആയിരിക്കട്ടെ? മിഷൻ, ദൗത്യ നിർവഹണത്തിനായുള്ള പ്രാർത്ഥനകളായിരിക്കട്ടെ. സ്തോത്രം. അതിൽ സുവിശേഷ വിരോധികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സുവിശേഷം അറിയിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാം, സുവിശേഷം കേട്ടിട്ടില്ലാത്തവർക്കായി പ്രാർത്ഥിക്കാം, കേട്ടിട്ടും വിശ്വസിക്കാത്തവർക്കായി പ്രാർത്ഥിക്കാം, വിശ്വസിച്ചിട്ടും അനുസരിച്ചിട്ടില്ലാത്തവർക്കായി പ്രാർത്ഥിക്കാം, സുവിശേഷം അറിയിക്കുവാൻ ഇനിയും സത്യവേലക്കാരെ അയക്കാനായിട്ട് പ്രാർത്ഥിക്കാം, സുവിശേഷീകരണത്തിനുള്ള റിസോഴ്സസ്, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ദൈവം ഒരുക്കി കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒരു മിഷൻ ഓറിയന്റഡ് പ്രയർ, ദൗത്യ നിർവഹണ പ്രാർത്ഥന നമുക്ക് ഈ നാളുകളിൽ അധികമായിട്ട് വേണം. ഇനി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? സ്തോത്രം. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകളെ ഒന്ന് തരംതിരിച്ചേ. നമ്മുടെ പ്രാർത്ഥനകളുടെ എത്ര ശതമാനമുണ്ട് മിഷൻ പ്രേയേഴ്സ്, മിഷണറി പ്രേയേഴ്സ്? വ്യക്തിപരമായും
സഭാപരമായും നോക്കിക്കൊള്ളൂ. നമ്മുടെ പ്രാർത്ഥനകളുടെ എത്ര ഭാഗം, ഒരു അപ്രോക്സിമേറ്റ്, ഒരു ഏകദേശം എത്ര ശതമാനം നമ്മുടെ പ്രാർത്ഥനകൾ മിഷനറി അല്ലെ മിഷൻ ഓറിയന്റഡ് ആണ്? മിഷണറി പ്രെയർ എത്ര ശതമാനം ഉണ്ട്? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? സ്തോത്രം. Let's increase our missionary prayers. സ്തോത്രം. നമുക്ക് നമ്മുടെ മിഷൻ പ്രയേഴ്സിനെ ഒന്ന് വർദ്ധിപ്പിക്കാം. എന്റെ കൂടെ ഉണ്ടോ എല്ലാവരും? സ്തോത്രം. അതുപോലെ നമ്മുടെ വരുമാനത്തിന്റെ എത്ര ശതമാനം നാം മിഷന് വേണ്ടി കൊടുക്കുന്നു? ഉപദേശിക ദശാംശം കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ലോക്കൽ സഭയിലെ ഉപദേശിക്ക് ദശാംശം കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. വ്യക്തിപരമായിട്ട് നോക്കിക്കോ, നമ്മുടെ സാമ്പത്തിക നന്മയുടെ എത്ര ശതമാനം നമ്മൾ സുവിശേഷീകരണത്തിനായിട്ട് കൊടുക്കുന്നുണ്ട്? 2, നമ്മുടെ സഭയ്ക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ, സഭയുടെ വരുമാനത്തിൽ, വലിയ ചർച്ചകളാണെങ്കിൽ ഫണ്ടുണ്ട് സഭയ്ക്ക്, അതിൻ്റെ എത്ര ശതമാനം നമ്മൾ നേരിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്? എന്നോട് പറയണ്ട, ഒന്ന് വിലയിരുത്താൻ വേണ്ടി ഞാൻ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചതാണ്. സ്തോത്രം. The church today has to be more missionary minded. More missionary minded. മിഷൻ പ്രയേഴ്സ്, പ്രാർത്ഥനകൾ, മിഷൻ ഗിവിംഗ്, ദൗത്യ നിർവഹണത്തിനായി സാമ്പത്തിക നന്മ ചിലവിടുന്നത്, സമയം ചിലവഴിക്കുന്നത് ഒക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണം. സ്തോത്രം. ഇപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ അടുത്ത 1-2 കാര്യങ്ങളൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നുമില്ലെങ്കിൽ ഇവിടെ തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ മറ്റൊരർത്ഥത്തിൽ ഇന്നലെ ഡോക്ടർ സാജു പറഞ്ഞതുപോലെ ക്രൈസ്റ്റ് ഹിംസെൽഫ്. യോഹന്നാൻ 10:7 വാക്യം നമുക്കറിയാമല്ലോ. ജോൺ 10:7. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. 9 കൂടെ. ഞാൻ വാതിൽ ആകുന്നു. ഞാൻ വാതിലാകുന്നു. അപ്പോൾ യേശു ഇവിടെ പറയുന്നു, ഞാൻ വാതിലാകുന്നു. എന്നാൽ ഇതായിരിക്കില്ല യേശു ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം. പക്ഷെ ഇങ്ങനെയും ഒരു വാതിലുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ നമ്മൾ. സ്തോത്രം. This is the door. Jesus Christ is the door to messianic community or messianic kingdom.
സ്വർഗത്തിലേക്ക് തുറക്കുന്ന വാതിൽ, പിതാവിങ്കലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന വാതിൽ എന്ന അർത്ഥത്തിലാണ് യേശു ഇവിടെ തന്നെത്താൻ വാതിൽ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ അർത്ഥം നമ്മൾ ആദ്യം ചിന്തിച്ചതാണ് കൂടുതൽ. സ്തോത്രം. ചിലർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഡോർ ഓഫ് പ്രയർ എന്ന്. പക്ഷെ ഇവിടെ പറയുന്ന അർത്ഥം അതല്ല. കർത്താവ് തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ അനേകം ജാതികളിലേക്ക് സുവിശേഷം എത്തിക്കുന്നതിനുള്ള സാധ്യത തന്നെയാണ്. നമ്മൾ വക്കീലാകട്ടെ, ന്യായാധിപന്മാരാകട്ടെ, ഡോക്ടേഴ്സ് ആകട്ടെ, എഞ്ചിനീയേഴ്സ് ആകട്ടെ, സ്റ്റുഡൻസ് വിദ്യാർത്ഥികളാകട്ടെ, റിട്ടയേർഡ് ആയിട്ടുള്ളവര്, സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ളവർ ആരുമാകട്ടെ, നമ്മുടെ ലക്ഷ്യം സുവിശേഷം അറിയിക്കുക എന്നതായിരിക്കട്ടെ. ആ ദൗത്യത്തിൽ നിന്നും നാം പുറകോട്ട് പോകരുത്. ഇതാണ് കർത്താവ് ഫിലദൽഫിയ സഭയുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു വെല്ലുവിളി. സ്തോത്രം. കർത്താവ് എന്നെ അഭ്യസിപ്പിച്ചതനുസരിച്ച് ഒരു വാചകം ഞാൻ പറയാം. ഏറ്റവും ഒടുവിലത്തെ പാപിയുടെ പേരും നിത്യജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നതുവരെയും, 2, പിശാചിന്റെ പല്ലുകളുടെ ഇടയിൽ അമർന്നിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ അടിമയും സ്വതന്ത്രനാക്കപ്പെടുന്നതുവരെയും നാം നമ്മുടെ ജീവിതത്തിൽ വിശ്രമിപ്പാൻ പാടില്ല. മനസ്സിലായോ? a Christian should not take rest until and unless the last sinner's name also should be recorded in the book of life, and the last slave of the devil be set free. ഏറ്റവും ഒടുവിലത്തെ പാപിയുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതുക. 2, സാത്താന്റെ ഏറ്റവും ഒടുവിലത്തെ അടിമയും സ്വാതന്ത്ര്യത്തിലേക്ക് വരിക. അതുവരെയും നാം വിശ്രമിക്കരുത്. അതിനുവേണ്ടി എന്തൊക്കെ ചെലവിടണമോ അതൊക്കെ നാം ചെലവിടണം. സ്തോത്രം. എന്തൊക്കെ ചെലവിടണമോ അതെല്ലാം നാം ചെലവിടണം. വിയർപ്പെങ്കിൽ വിയർപ്പ്, രക്തമെങ്കിൽ രക്തം, സമയമെങ്കിൽ സമയം, ലെഷർ വിശ്രമമെങ്കിൽ വിശ്രമം, അതിനുവേണ്ടി ചെലവിട. ഈ ജീവിതം നമുക്ക് വിശ്രമിപ്പാനുള്ളതല്ല, അധ്വാനിപ്പാനുള്ളതാണ്. വരാനുള്ള ലോകത്തിലാണ് നമുക്ക് വിശ്രമം. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് വിശ്രമം കൂടാതെ നമ്മെ അയച്ചവന്റെ വേല തികച്ചെടുക്കാം. അതിനായി നമുക്ക് നമ്മെ സമർപ്പിക്കാം. ജോലിയോടൊപ്പമോ ജോലി വിട്ടോ, പഠിത്തത്തോടൊപ്പമോ പഠനം ഉപേക്ഷിച്ചോ, ബിസിനസ്സിനൊപ്പമോ അത് കളഞ്ഞിട്ടോ ഒക്കെ നമുക്ക് കർത്താവിന്റെ വേല ചെയ്യാം. അതിനായി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.